ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് CPM തർക്കമില്ല. പിന്നെ CPIയിൽ അത് വേറൊരു വിധമാണ്. CPIയിൽ ഒരു തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട് എന്നത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്ക് ഇല്ല. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്ക് ഇല്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരുമല്ല. നിങ്ങൾ എഴുതാപ്പുറം വായിക്കണം എന്തിനാണ്? എഴുതാപ്പുറം വായിക്കാനും പാടില്ല. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അത് CPIയുടെ കുറ്റമല്ല. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം, അതായത് മുകേഷിന്റെ നേതാക്കന്മാർ പറയുന്ന കാര്യം UDFിന്റെ കാലത്ത് അവരുടെ MLAമാർ രാജിവെച്ചിട്ടുണ്ടല്ലോ. ഇതേപ്പറ്റി CPIക്ക് എന്താണോ പറയുന്നത് അതെല്ലാം CPIക്ക് വേണ്ടി CPI സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഇപ്പോൾ CPIM തർക്കം ഇല്ല എന്ന് പറയുന്നു. പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു.